ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ED റെയ്ഡിൽ പിടിച്ചെടുത്തതിൽ വ്യാജരേഖകളുണ്ട് എന്ന് സംശയം. ശബരിമലയുമായി ബന്ധപ്പെട്ട രേഖകളുടെ ആധികാരികത പരിശോധിക്കും. കേസിൽ കേരളമടക്കം 3 സംസ്ഥാനങ്ങളിൽ നടന്ന റെയ്ഡിൽ ബാങ്ക് പണമിടപാട് രേഖകൾ, ഡിജിറ്റൽ ഡിവൈസുകൾ എന്നിവയെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, സംസ്ഥാനത്തുടനീളം നടന്ന റെയ്ഡാണ്. സംസ്ഥാനത്ത് മാത്രമല്ല, മറ്റ് 2 സംസ്ഥാനങ്ങൾ കൂടി റെയ്ഡ് നടന്നിട്ടുണ്ട്. ദേവസ്വം ആസ്ഥാനത്ത് നടന്നത് 22 മണിക്കൂർ നീണ്ട പരിശോധന. എന്തായാലും പരിശോധന അത് ഇവിടം കൊണ്ട് തീരുന്നുമില്ല. ചില രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്, പക്ഷേ അത് വ്യാജമാണ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് EDയുടെ തുടർ നടപടികൾ? രാഗി, ഈ റെയ്ഡിൽ കണ്ടെത്തിയ ഏറ്റവും നിർണായകമായ ഒരു വിവരമെന്ന് പറയുന്നത് ഇത്തരത്തിൽ വ്യാജരേഖകളും പ്രതികൾ കൈവശം വച്ചിരുന്നു എന്നതിൻ്റെ ശക്തമായ വിവരങ്ങളാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ കേന്ദ്രീകരിച്ചുള്ളൊരു അന്വേഷണമാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്നലെ മണിക്കൂറുകൾ നീണ്ട 22 മണിക്കൂറോളം നീണ്ട ഇന്ന് പുലർച്ചെ 4 മണിക്ക് മാത്രം അവസാനിച്ച 21 കേന്ദ്രങ്ങളിലെ പരിശോധന പൂർത്തിയാക്കുകയും അവിടങ്ങളിൽ നിന്നെല്ലാം പിടിച്ചെടുത്ത രേഖകൾ പ്രാഥമികമായി പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് ഇതിൽ വ്യാജരേഖകൾ ഉണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് സംശയം ബലപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന നടത്തും. കൃത്യമായി തന്നെ ഓരോ രേഖകളും സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം വ്യാജരേഖകൾ അത് മനഃപൂർവ്വം തിരികെ വെച്ചതാകാനുള്ള ഒരു സാധ്യതയാണ് അന്വേഷണ സംഘം കാണുന്നത്. കാരണം ഈ പ്രതികളിൽ പലർക്കും, പ്രത്യേകിച്ച് റിട്ടയർഡായ ഉദ്യോഗസ്ഥർ ആയ ആളുകളുണ്ട്, അവരിൽ പലരും സർവീസിലിരിക്കെ ഉണ്ടായിരുന്ന രേഖകളുടെ പകർപ്പുകൾ പോലും, അല്ലെങ്കിൽ സർവീസിലിരിക്കെയുള്ള ചില രേഖകളെന്ന് സംശയിക്കുന്നത് പോലും എന്തിന് കൈവശം വെച്ചു, വീണ്ടും അല്ലെങ്കിൽ ഈ വീടുകളിലേക്ക് എന്തിന് എത്തിച്ചു എന്നതെല്ലാം ശക്തമായ സംശയമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കൃത്രിമത്വം കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായി തന്നെ ഈ ഒരു സ്വർണ്ണ കവർച്ചയിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, നിയമപ്രകാരം കാര്യങ്ങൾ ചെയ്തു, എല്ലാ കാര്യങ്ങളും നിയമപ്രകാരമാണ് എന്ന് വരുത്താൻ, അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്രിമമായി തയ്യാറാക്കിയ രേഖകൾ വീടുകളിൽ സൂക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെച്ചുകൊണ്ട് അന്വേഷണ സംഘത്തെ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഈ റെയ്ഡുകളിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങളുണ്ട്. കാരണം ഇവരെല്ലാവരും തന്നെ ഒരു വ്യാപകമായ പരിശോധനകൾ ഭയപ്പെട്ടിരുന്നു. EDയുടെ അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം രേഖകൾ കൂടുതൽ, കാരണം SIT പിടിച്ചെടുത്ത രേഖകൾ വളരെ കുറച്ച് രേഖകൾ മാത്രമാണ് ഉള്ളത്. അതിൽ തന്നെ നേരത്തെ പിടിച്ചെടുത്ത രേഖകളിൽ തന്നെ വ്യാജരേഖകൾ ഉണ്ട് എന്ന് SIT തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ അതിനും അപ്പുറം ഈ കൈവശം വെച്ചിരിക്കുന്ന രേഖകളിൽ പോലും ഇത്തരത്തിൽ വ്യാജരേഖകളാണ് എന്നതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ED കടക്കുകയും ചെയ്യുന്നത്. ഈ വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അത് ആരാണ് അതിന് പിന്നിലുള്ളത്, അതിൽ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ഈ വ്യാജരേഖകൾ എവിടെ വെച്ച് ഉണ്ടാക്കി എന്നീ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടണം. കാരണം കേസ് വഴിതിരിച്ചു വിടാനോ അല്ലെങ്കിൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താതിരിക്കാനോ ഉള്ള ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വ്യാജരേഖകൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനം ഡിജിറ്റൽ തെളിവുകൾ. ഈ ഡിജിറ്റൽ തെളിവുകൾ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. കാരണം നേരത്തെ ഒന്നും പ്രധാനപ്പെട്ട ഡിജിറ്റൽ തെളിവുകളിലേക്ക് കടന്നിരുന്നില്ല, ഡിജിറ്റൽ ഡിവൈസുകൾ പിടിച്ചെടുത്തിരുന്നില്ല. ഇവിടെ ഇന്നലെ ED മണിക്കൂറുകൾ നീണ്ട റെയ്ഡിൽ നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും അടക്കമുള്ള ഡിജിറ്റൽ ഡിവൈസുകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇവയുടെ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. സൈബർ ഫോറൻസിക് പരിശോധന ഈ ഇത്തരത്തിൽ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നടത്തേണ്ടതുണ്ട്. ആരുമായിട്ടെല്ലാമാണ് ഈ പ്രതികൾ ബന്ധപ്പെട്ടിരുന്നത്, പ്രത്യേകിച്ച് രാജ്യാന്തര സ്വർണ്ണ കവർച്ചാ സംഘങ്ങൾക്ക് ഈ ആളുകളുമായി ബന്ധമുണ്ട്, രാജ്യാന്തര സ്വർണ്ണ കവർച്ചാ സംഘങ്ങൾക്ക് ഈ കവർച്ചയുമായി ബന്ധമുണ്ട് എന്ന വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഈ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണ കവർച്ചാ സംഘങ്ങളോട്, രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ച് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പരിശോധനകൾ അത് ഡിജിറ്റൽ ഡിവൈസുകളിലൂടെയായിരിക്കും അനാവരണം ചെയ്യപ്പെടുക എന്ന് തന്നെയാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. കാരണം ഈ ഡിജിറ്റൽ ഡിവൈസുകൾ വഴി ഇവർ നിരന്തരം ബന്ധപ്പെടാനുള്ള സാധ്യതകളുണ്ട്. നേരിട്ട് മൊബൈൽ ഫോണുകളല്ലാതെ മറ്റു മാർഗങ്ങളിലൂടെയുള്ള ചാറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡിജിറ്റൽ ഡിവൈസുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കുന്നത്. മറ്റൊന്ന്, പിടിച്ചെടുത്തിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കേന്ദ്രീകരിച്ചാണ് മറ്റൊരു പരിശോധന നടക്കുന്നത്. ഈ പണം എവിടെയാണ് വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നത്, അനധികൃതമായ സ്വത്ത് സമ്പാദനം ഉണ്ടാക്കിയിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ ആ പണം എവിടെയെല്ലാം നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്, ആരിലേക്കെല്ലാം എത്തിയിട്ടുണ്ട് എന്നിവ സംബന്ധിച്ചെല്ലാം തന്നെയുള്ള അന്വേഷണം നടക്കണം. അങ്ങനെ 3 തലങ്ങളിലുള്ള അന്വേഷണം, ഒന്ന് വ്യാജരേഖകളുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് പിടിച്ചെടുത്ത രേഖകളുമായി ബന്ധപ്പെട്ടും, ഒപ്പം തന്നെ
ഡിജിറ്റൽ ഡിവൈസുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാഖി, എന്തായാലും ജിജീഷ്, ആദ്യഘട്ട റെയ്ഡ് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെ? കാരണം പല രേഖകളും പിടിച്ചെടുത്തവയിൽ പല രേഖകളും വളരെ നിർണായകമാണ്. ഇനി ഈ രേഖകളുടെ ഒരു ക്രോഡീകരണമൊക്കെ സാധ്യമായതിനു ശേഷമായിരിക്കും അടുത്ത ഘട്ട റെയ്ഡ്. കാരണം ഓരോ നിമിഷം കഴിയും തോറും ഇതിലെ തെളിവുകൾ അത് നശിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒരു വെല്ലുവിളിയല്ലേ? രാഖി, ഈ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം ഏറ്റെടുത്ത് അധികം വൈകാതെ ഒരേ സമയം ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷണം നടത്താനും റെയ്ഡ് നടത്താനും അന്വേഷണ സംഘം തുനിഞ്ഞിറങ്ങിയത് തന്നെ. ഈ പല തെളിവുകളും നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. രേഖകൾ പലതും കടത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. നിലവിൽ തന്നെ കൃത്രിമത്വങ്ങൾ പലതും സംശയിക്കുന്നു. അതിനുമപ്പുറമുള്ള തട്ടിപ്പുകൾക്കും കൃത്രിമത്വങ്ങൾക്കും എല്ലാം തന്നെയുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ള രേഖകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കും. ഈ രേഖകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ഇതിൽ ഏതെല്ലാമാണ് യഥാർത്ഥ രേഖകൾ, ഒറിജിനലായി ഉണ്ടാക്കിയിട്ടുള്ള രേഖകൾ, അല്ലെങ്കിൽ ഏതാണ് കൃത്രിമമായി തയ്യാറാക്കിയിട്ടുള്ള രേഖകൾ എന്നിവയെല്ലാം തന്നെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. നേരത്തെ ED അന്വേഷണം ഏറ്റെടുക്കുമെന്ന ഒരു ഘട്ടത്തിൽ തന്നെ ഈ പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം നശിപ്പിക്കാനുള്ള അണിയറ നീക്കങ്ങൾ ആസൂത്രിതമായി തന്നെ നടന്നിരുന്നു. കാരണം SITയെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ED പല നിർണായകമായ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ചിലത് വ്യാജരേഖകളാണോ എന്നുള്ള സംശയമുണ്ട്. ഇനി ആ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം എന്നുള്ളതാണ്. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.